പണ്ട് ഭക്ഷണമുണ്ടാക്കുന്നതും ആഹരിക്കുന്നതുമൊക്കെ ഒരാരാധനയെന്നോണം ഭക്തിയോടെ നിർവഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നൊക്കെ വീട്ടിൽ ഒരു കോഴിക്കറി ഉണ്ടാക്കണമെങ്കിൽ കൂട്ടിലുള്ള കോഴിയെ പിടിച്ച് അതിന് വെള്ളവും ഭക്ഷണവും കൊടുത്ത് പള്ളിയിലെ മൊല്ലാക്കയെക്കൊണ്ട് ബിസ്മി ചൊല്ലി അറുത്തുകൊണ്ടുവന്ന് വിശുദ്ധിയോടെ അത് പാകം ചെയ്തുണ്ടാക്കുമായിരുന്നു. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരും ഒരു പാത്രത്തിനു ചുറ്റും ഒന്നിച്ചിരുന്ന് അത് പങ്കിട്ട് കഴിക്കുമായിരുന്നു. അന്നൊക്കെ ഭക്ഷണം കുറവായിരുന്നെങ്കിലും തിന്നുകഴിയുമ്പോൾ എല്ലാവരുടെയും വയറും മനസ്സും നിറയുമായിരുന്നു. ഇന്ന് ഭക്ഷണമുണ്ടാക്കുന്നത് ആരാണെന്നോ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ തിന്നുന്നവൻ പോലും അറിയുന്നില്ല. മനോഹരമായ പേരിൽ മുമ്പിലുള്ള പാത്രത്തിൽ വിളമ്പി വെച്ചിരിക്കുന്നത് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് പാകം ചെയ്തതാണെന്ന് പോലും പലരും അറിയുന്നില്ല. മുമ്പിൽ വിളമ്പിവെച്ചിരിക്കുന്ന കോഴിയെയും പോത്തിനെയുമൊക്കെ എങ്ങനെയാണ് മാംസമാക്കിയതെന്ന് പോലും ആർക്കും അറിയണമെന്നില്ല. പണ്ടത്തെപ്പോലെ ഇന്നത്തെ കാലത്ത് ഭക്ഷണമുണ്ടാക്കാനും തിന്നാനുമൊന്നും ആർക്കും കഴിയുകയില്ലെന്ന് പറയുന്നവരുണ്ടാകാം. എന്നാൽ ഇന്നത്തെ ഭോജനരീതികൾ നമ്മുടെയും കുട്ടികളുടെയും മനസ്സിനെയും ശരീരത്തെയും ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുടലിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ ശരീരത്തിന്റെ രണ്ടാമത്തെ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ കുടലിലേക്കെത്തുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തെ മാത്രമല്ല, തലച്ചോറിനെയും മനസ്സിനെയും പല വിധത്തിൽ ബാധിക്കാനിടയുണ്ട്. ഇന്ന് വ്യക്തികളും സമൂഹവുമൊക്കെ മുമ്പത്തേക്കാളധികം വൈകാരിക വിക്ഷോഭങ്ങൾക്കും ആക്രമണോത്സുകതയ്ക്കും അടിമപ്പെടുന്നതായി കാണപ്പെടുന്നുണ്ട്. കുട്ടികൾ പലരും പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുകയും വയലന്റാവുകയുമൊക്കെ ചെയ്യുന്നു. ഇതിനൊക്കെ ഇന്നത്തെ ഭക്ഷണവും ആഹരിക്കുന്ന രീതികളും ഏതെങ്കിലും വിധത്തിൽ കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിൻ എന്ന ഹോർമോൺ കൂടുതലായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കുടലിലാണ്. നമ്മുടെ മാനസികാവസ്ഥ, ഉറക്കം, ദഹനം, രോഗശാന്തി എന്നിവ നിയന്ത്രിക്കുന്ന ഒരു നിർണായക ന്യൂറോ ട്രാൻസ്മിറ്ററും ഹോർമോണുമാണ് സെറോട്ടോണിൻ. നമ്മളൊരു അപകടദൃശ്യമോ അല്ലെങ്കിൽ ഭയം ജനിപ്പിക്കുന്ന ഏതെങ്കിലും വീഡിയോ ക്ലിപ്പുകളോ കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും സെറോട്ടോണിൻ ഉൽപ്പാദനത്തെ അത് ദോഷകരമായി ബാധിക്കും. അതുവഴി ബ്രെയിനിന്റെയും കുടലിന്റെയും പ്രവർത്തനം തകരാറിലാവുകയും നമ്മുടെ മൂഡ് താളം തെറ്റുകയും ചെയ്യും. ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വയറ്റിൽ ഗ്യാസ് നിറയാനും ദഹനം താറുമാറാകാനും അത് കാരണമാകും. അതുകൊണ്ടാണ് ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് നല്ല ചിന്തകളോടുകൂടി ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ രുചി നന്നായി ആസ്വദിക്കാനും സംതൃപ്തി അനുഭവിക്കാനും സാധിക്കും. ഭക്ഷണസമയത്ത് മൊബൈൽ ഫോൺ ദൂരേക്ക് മാറ്റിവെക്കുന്ന ശീലമുണ്ടാക്കണം. ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് ഒരാരാധന പോലെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വൈകാരിക സംഭാഷണങ്ങൾ പരമാവധി ഒഴിവാക്കണം. വീട്ടിലുള്ളവർ ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ പരസ്പരം പങ്കിട്ട് ആഹരിക്കുകയാണെങ്കിൽ വയറ് മാത്രമല്ല, മനസ്സും നന്നായി നിറയും. അതിന്റെ മാറ്റം നമ്മുടെയും മക്കളുടെയും സ്വഭാവത്തിലും കാണാനാകും.